വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ചെങ്ങോട്ടുകാവിലാണുള്ളത്. ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി വരെയുള്ള വർക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ നന്ദി വർക്ക് ലേറ്റസ്റ്റ് അപ്ഡേഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലൂടെയാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അധികം വലിച്ചു കിട്ടുന്നില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം. അപ്പം നമ്മൾ ആദ്യം ചെങ്ങോട്ടുകാവിൽ നിന്നുള്ള നമ്മളെ ദേശീയപാത ചെങ്ങോട്ടുകാവിൽ വന്നു ചേരുന്ന ആ ഒരു പ്രദേശത്തെക്കുറിച്ച് പറയാം. നമ്മളിവിടെയുള്ള ഗേഡറും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫ്ലൈ ഓവർ നമ്മൾ റോഡ് നേരെ വന്ന് താഴുന്ന ആ ഒരു പ്രദേശമാണിത്. അപ്പോൾ ഇവിടെ നിലവിൽ ആ ഒരു 4 പില്ലറിൻ്റെ മുകളിൽ ഗേഡറൊക്കെ സ്ഥാപിച്ചു. അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ അതേപോലെ നന്ദി ഭാഗത്തുള്ള പ്രദേശത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ സർവീസ് റോഡൊക്കെ പഴയ ഒരു സ്ഥാപിച്ച നിലയിൽ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ 6 വരി പാതയൊക്കെ മണ്ണടിച്ച് ലെവലാക്കിയിട്ടുണ്ട്. താറിങ്ങൊന്നും ഈ ഒരു പ്രദേശത്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ കുറച്ചുകൂടി മുന്നോട്ടൊക്കെ നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നന്ദിയെ ലക്ഷ്യമാക്കിയിട്ട് യാത്ര ചെയ്യാണ്. അപ്പോൾ നമ്മൾ ദേശീയപാതയിൽ നമ്മൾ നിലവിൽ ചെയ്യുന്ന വീഡിയോയിൽ ഏറ്റവും പ്രയാസമുള്ളൊരു പ്രയാസമുള്ളൊരു പ്രദേശമാണിത്. നമ്മളെ ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി വരെയുള്ള പ്രദേശം. കാരണം അങ്ങേയറ്റം പൊടിയും വാഗാടിൻ്റെ ഒരുപാട് വാഹനങ്ങൾ ഒരു കയ്യും കണക്കില്ലാതെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. കാരണം നിലവിൽ മറ്റ് സർവീസുകളോ മറ്റ് റോഡുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ പൊടിയും മണ്ണും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പൊടി പിടിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് നിങ്ങൾ പ്രത്യേകം നമുക്ക് ലൈക്കും അതേപോലെ കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒക്കെ തരണം. കാരണം അത്രയും എഫേർട്ടുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഈ ഒരു പ്രദേശം നമ്മൾ ആവശ്യത്തിന് മാത്രമേ ചെയ്യാറുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ പൊടി തിന്നാറില്ല. അപ്പോൾ വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പൊടിയുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെയൊക്കെ നമുക്ക് 6 വരി പാതയുടെ കംപ്ലീറ്റ് നിലവിൽ മണ്ണൊക്കെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പ്രദേശങ്ങളൊക്കെ ലെവൽ ചെയ്ത് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 6 വരി പാതയുടെ കംപ്ലീറ്റ് താറിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നടുവിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണുള്ളത്. അതേപോലെ തന്നെ സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ പിന്നെ ഒരു പകുതി വഴിയിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ ഒരു പ്രദേശത്ത് നിന്ന് കാണാം. എന്തായാലും ഏകദേശം ഒരു കിലോമീറ്ററോളം ഈ രീതിയിൽ കംപ്ലീറ്റിങ് താറിങ് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇവിടുന്ന് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച. നമ്മൾ പറഞ്ഞ 1.5-2 കിലോമീറ്റർ താറിങ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഓവർ പാസേജ് വരാണ്ട് കോമത്തുകര എന്ന് പറയുന്ന ഒരു പ്രദേശമാണത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് എക്സ്കവേഷൻ ചെയ്യാണ്ട് നിലവിൽ വാഹനങ്ങൾ ഈ ഒരു ഭാഗത്തു കൂടി ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം നിലവിൽ ഒരു പകുതി എന്തായി ഓവർ പാസേജിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കോൺക്രീറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ബസ്സൊക്കെ പോകുന്നത് കാണാൻ സാധിക്കും. ആ ഒരു പ്രദേശമാണ് കോമത്തുകര എന്ന് പറയുന്ന ഒരു പ്രദേശം. എന്തായാലും നമുക്ക് താമസിയാതെ ആ ഒരു പ്രദേശം കാണാം. ഈ ഓവർ പാസേജിൻ്റെ കോൺക്രീറ്റിംഗ് ഒക്കെ ഒടുവിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താഴ്ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് ലെവൽ ചെയ്ത് താർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓവർ പാസേജിൻ്റെ വർക്ക് എന്തായാലും ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത്. ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഒരു ലിംഗാവാനുള്ള ഒരു വർക്ക്. അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ദൂരെ നിന്ന് നിങ്ങൾക്ക് താറിങ് അവിടെയൊക്കെ കംപ്ലീറ്റ് ആയതും കാണാൻ സാധിക്കും. വാഗാട് നല്ല രീതിയിൽ ഡീപ്പ് എക്സ്കവേഷൻ നടത്തി നിലവിലിപ്പം ലെവലിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്.
അങ്ങനെ കോമത്തുകര കഴിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഇവിടെ 6 വരിപ്പാതയുടെ താറിങ്ങും അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ താറിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളാണ് നിലവിൽ ഈ ഒരു പ്രദേശങ്ങൾ നമുക്ക് എടുക്കാനുള്ളത് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഒരു ഓവർ പാസേജ് വരുന്നുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ ഒരു ഓവർ പാസേജ് ഉണ്ടായിരുന്നു. ആ ഒരു ഓവർ പാസേജിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മൾ കോമത്തുകരയൊക്കെ കഴിഞ്ഞ് പന്തലായനി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് നിലവിലെത്തിയിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇതിന് മുന്നേ നല്ല രീതിയിൽ ഒരുപാട് സമരമൊക്കെ നടന്നിരുന്നു. ഞങ്ങൾക്ക് സൈഡിൽ കാണാൻ സാധിക്കും. പാറയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് നല്ല സമരമൊക്കെ നടന്നിരുന്നു. അപ്പോൾ അതിനുശേഷം അവിടെ ആ ഒരു സമരമൊക്കെ കഴിഞ്ഞതെങ്കിലും വർക്കൊക്കെ നല്ല ഫാസ്റ്റായിട്ട് ഇവിടെ കംപ്ലീറ്റ് പാറകളൊക്കെ പൊട്ടിച്ച് നിലവിൽ റോഡ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമരമൊന്നും എവിടെയും പിന്നെ വലിയ രീതിയിൽ വാഗാടിനെ എഫക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾ കാണുന്നുണ്ടോ, നല്ല രീതിയിൽ ഓഫ് റോഡായി മാറിയിട്ടുണ്ട് കംപ്ലീറ്റ്. നേരത്തെ റോഡ് സൈഡിലൂടെ ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴിയൊക്കെ കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് മാറ്റി. അപ്പോൾ നിലവിൽ വാഗാടിൻ്റെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റൂട്ടിലൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇതൊക്കെ നല്ല രീതിയിൽ പാറകളൊക്കെ ഒരുപാട് പൊട്ടിച്ചിട്ട് നിലവിൽ വാഗാട് അതൊക്കെ ടോറസിൽ കയറ്റിക്കൊണ്ടാണ് അവരുടെ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പൊടിച്ചിട്ട് ക്രഷറിയിലൊക്കെ ഒരുപക്ഷെ ഉപയോഗിക്കുന്നുണ്ടാവും. ചിലയിടത്തൊക്കെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ നേട്ടാൻ വയലൊക്കെ നേട്ടാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാഴ്ച. വാഗാട് മൊത്തമൊക്കെ നടക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ ഉള്ളത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന കനാലുണ്ടായിരുന്നു. ആ കനാലിൻ്റെ സൈഡിലൂടെയായിരുന്നു വഴി ഉണ്ടായിരുന്നത്. അതൊക്കെ മാറ്റി നിലവിൽ നമ്മളിപ്പോൾ ആ ഒരു കനാലിൻ്റെ ഈ ഒരു ഓവർ പാസേജിൻ്റെ മുകളിൽ കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വാഹനങ്ങളും ഇവിടെ പ്രാദേശികമായിട്ടുള്ള വാഹനങ്ങളും അതോടൊപ്പം തന്നെ വാഗാടിൻ്റെ വാഹനങ്ങളൊക്കെ ഇതിലെയാണ് നിലവിൽ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ നോക്കിയാൽ നല്ല രീതിയിലുള്ള ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. സത്യം പറയാൻ ഭയങ്കര മാറ്റം തന്നെയാണ്. നല്ല രീതിയിലുള്ള മാറ്റം തന്നെ. ഒരുപാട് എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തി ഇനിയിപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ട് കൊണ്ടുവരേണ്ട ഒരു വർക്കാണ് നിലവിലുള്ളത്. എന്തായാലും ഒരു മാസം കൊണ്ട് നല്ല രീതിയിൽ എക്സ്കവേഷൻ ഈ ഒരു പ്രദേശത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വലിയൊരു കുന്നത് അവിടെ എന്താ ഇവിടെ സത്യത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇത് കണ്ട നിങ്ങൾ എന്താ സംഭവിച്ചതെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല. കാരണം ഈ ഒരു കാടൊക്കെ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല.
ഈ ഒരു പ്രദേശത്തൊക്കെ നിരന്തരം മണ്ണിടിച്ചിലിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വാഗാടിൻ്റെ വലിയൊരു പോരായ്മ തന്നെയാണ്. ഇവിടെയുള്ള ആളുകൾ നാട്ടുകാരൊക്കെ നല്ല രീതിയിൽ സമരത്തിലാണ്. കാരണം ഭയങ്കര ഭീഷണിയാണ്. ഇതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഓക്കെ, ഹൈവേയുടെ വർക്ക് നടക്കണം, എക്സ്കവേഷൻ ചെയ്യണം, ഇതൊക്കെ ശരിയാണ്, അതിലൊരു തർക്കവുമില്ല. പക്ഷേ എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് സൈഡ് വാള് നിർമ്മിക്കാതെ, നമ്മളിപ്പോൾ മൂരാട് ആ ഒരു പ്രദേശത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, സൈഡ് വാള് നിർമ്മിച്ചുകൊണ്ടാണ് നിലവിൽ എക്സ്കവേഷൻ ചെയ്യുന്നത്. ഈ ഒരു പ്രദേശത്തൊക്കെ സൈഡ് വാള് നിർമ്മിക്കാതെ ഒരൊറ്റ അടിക്ക് മണ്ണെടുത്തത് കൊണ്ടാണ് ഈ രീതിയിൽ നല്ല രീതിയിൽ മണ്ണിടിച്ചിൽ. ഇവിടെ 10-15ഓളം വീടുകൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശവാസികളൊക്കെ നല്ല സമരത്തിലുമാണ്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു പ്രദേശം അങ്ങനെ മറ്റൊരു വലിയൊരു കൂറ്റൻ ഓവർ പാസേജ്, അതായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാല് താഴ്ഭാഗത്ത് കൂടി കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓവർ പാസേജാണിത്. ഇതൊക്കെ നിലവിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് യാത്ര ചെയ്യുന്ന രീതിയിലേക്ക്, വാഹനങ്ങൾ പോകുന്ന രീതിയിലേക്ക് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് വാഗാടിൻ്റെ ടോറസും മറ്റു വാഹനങ്ങളൊക്കെയാണ് പോകുന്നത്. പിന്നെ അതേപോലെ ഇവിടെയുള്ള പ്രദേശത്തുള്ള മറ്റ് ബൈക്കുകളും അതേപോലെ കാറുകളും അങ്ങനെയുള്ള അത്യാവശ്യം വാഹനങ്ങൾ മാത്രം. ലോക്കൽ റൂട്ടിന് ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം വാഗാട് ഇവിടെയൊക്കെ ചെയ്തു വിട്ടിട്ടുണ്ട്. നമ്മളിവിടെയൊക്കെ ഡ്രൈനേജൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് എക്സ്കവേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പ്രദേശത്ത് വീഡിയോ എടുക്കാൻ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു മടിയുടെ കാരണം ഇതാണ്. കംപ്ലീറ്റ് പൊടിയാണ്, ഒരു രക്ഷയുണ്ടാവില്ല. നമ്മൾ അങ്ങെത്തുമ്പോഴത്തേക്ക് പൊടിയിൽ കുളിച്ചു പോകും. ഇവിടെ വിശാലമായിട്ടുള്ളൊരു അണ്ടർ പാസേജ് ഉണ്ട്. ഈ ഒരു അണ്ടർ പാസേജ് ഉള്ള സ്ഥലം വിശാലമായിട്ടുള്ള, വളരെ വിശാലമായിട്ടുള്ള അണ്ടർ പാസേജാണ്. കൊയിലാണ്ടിയോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്താണ് വിശാലമായിട്ടുള്ള അണ്ടർ പാസേജ് ഉള്ളത്. സൈഡ് വാളൊക്കെ ആറി വാൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ വാഗാട് സബ്ബെടുത്തുകൊണ്ട്, മറ്റ് എക്സ്കവേഷൻ ടീമിനെ സബ്ബെടുത്തുകൊണ്ട് മണ്ണൊക്കെ ഇവിടെ നല്ല രീതിയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലാണ്. ആ കനാലിൻ്റെ വർക്കും അതിൻ്റെ ഒരു ഓവർ പാസേജിൻ്റെ വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഓവർ പാസേജിൻ്റെ വർക്ക്, മറ്റൊരു റോഡ് കടന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓവർ പാസേജിൻ്റെ വർക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഓവർ പാസേജ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഓവർ പാസേജ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലിൻ്റെ പിന്നെ അതേപോലെ ക്രോസിങ്, ഇതുകൊണ്ടൊക്കെ ഇവിടെ ബഹളമാണ്. ഓരോ 500 മീറ്ററിൻ്റെ ഗ്യാപ്പിലും അത്രയും ഓവർ പാസേജുകളും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലൊക്കെ ഉണ്ട്. ഇവിടുന്നൊക്കെ നമ്മൾ സഹാറ മരുഭൂമിയിലൂടെ പോകുന്നത് പോലെയുണ്ട്. കംപ്ലീറ്റ് മണലാണ്, പൊടിയാണ്. വൻ ടാസ്ക്കാണ്, ടാസ്ക്. ടോറസ് പോകുന്ന വഴികളാണ്. ഇവിടെ അണ്ടർ പാസേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് കുറച്ച് മുന്നോട്ട് എന്തോ ഒരു വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കാം.
കോഴിക്കോട് ആ ഒരു പ്രദേശത്തൊക്കെ KMC വർക്കെടുത്ത ആ ഒരു നെയിൽ വർക്കിംഗ് ആണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡ്രില്ല് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഫുള്ള് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ഡ്രില്ല് ചെയ്തതിന് ശേഷം കോൺക്രീറ്റിങ്, അതായത് സിമൻറ്റ് പൂട്ടുന്ന കോൺക്രീറ്റിങ്ങിന് കമ്പിയൊക്കെ അടിച്ചതിന് ശേഷം കോൺക്രീറ്റിങ് ചെയ്യാൻ പോകുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഇത് അദാനി സബ് കൊടുത്തതാണ്. അദാനിയുടെ ഹവായി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നിലവിൽ ഈ ഒരു വാൾ പ്രൊട്ടക്ഷൻ, സൈഡ് വാൾ പ്രൊട്ടക്ഷൻ വാളോ സൈഡ് അങ്ങനെ എന്തോ പറഞ്ഞത്, ആ ഒരു വാൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കിയ ആ ഒരു വാൾ പ്രൊട്ടക്ഷൻ അതിൻ്റെ വർക്കാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാശ്മീർ സ്വദേശിയാണ്, പിന്നെ അതോടൊപ്പം തന്നെ ഇതൊരു കർണാടക സ്വദേശിയാണ്. അങ്ങനെ ഇവരെ സൈറ്റ് എഞ്ചിനീയർമാരും. പ്രൊട്ടക്ഷൻ വാൾ ഇവിടെയൊക്കെ സൈഡ് വാൾ, കോൺക്രീറ്റ് വാൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വാഗാട് ഇങ്ങനെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ പൊടിവാറിയിട്ടൊരു രക്ഷയിൽ. ഇവിടെയൊക്കെ ഒരുപാട് നമ്മളെ ക്രാഷ് ബാരിയർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സ്ലാബുകൾ ഇങ്ങനെ കംപ്ലീറ്റ് കൂട്ടിയിട്ട് കാണാൻ സാധിക്കും. അതേപോലെ ഇവിടെയും വാള് നമ്മളെ സൈഡ് പ്രൊട്ടക്ഷൻ വാൾ, അതായത് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് കമ്പിയൊക്കെ അടിച്ചിട്ട് വരുന്ന ആ ഒരു വാള്, സിമെൻ്റൊക്കെ പൂശിയിട്ടുള്ള ആ ഒരു വാളാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കമ്പിയൊക്കെ പെയിൻറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം. ഇമാര് നമ്മൾ സൂപ്പർവൈസറാണ് എന്ന് കരുതിയിട്ട് പെട്ടെന്ന് പണി ചടവട എടുത്താൽ നിങ്ങളുണ്ട്. റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മളെ കണ്ട് ഇവിടെയും അതേപോലെ ഒരുപാട് എനിക്കൊന്ന് 1-2 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് താർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊയിലാണ്ടി കഴിഞ്ഞിട്ടുള്ളൊരു പ്രദേശമാണ്. ഇതിൻ്റെ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരൊന്നും നമുക്കറിയില്ല. നമ്മൾ ആരോടും ചോദിക്കാനൊരു മനുഷ്യനോ ബോർഡോ സംഗതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ലൊക്കേഷൻ നോക്കേണ്ടി വരും. ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള പാസേജ്. സർവീസ് റോഡും എല്ലാം ഇവിടെ വരുന്നത് കാണാൻ ഫാസ്റ്റാണ്, കുറച്ച് ഫാസ്റ്റായിട്ടുണ്ട്, കുറച്ച് ഫാസ്റ്റായിട്ടുണ്ട്. നല്ല ഗ്രാമീണ ഭംഗിയാണ് ഉപയോഗിക്കാൻ പറ്റിയത്. പൊടിയും കൂടിയില്ല.
ഒരു പ്രദേശമാണ് നമ്മളെ ക്രാഷ് ബാരിയറൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു ഫാക്ടറിയാണ്. സൈഡിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ അച്ച് കാണാൻ സാധിക്കും. കംപ്ലീറ്റ് ക്രാഷ് ബാരിയർ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. നമ്മളിവിടെ നിൽക്കുന്നില്ല. പൊടിയാ, വെഹിക്കിൾ നല്ല വണ്ടി വരുന്നുണ്ട്, നല്ല ടോറസ് വരുന്നുണ്ട്. നമ്മൾ പൊടിയിൽ കുളിപ്പിക്കുന്നതുകൊണ്ട് നമ്മളവിടെ നിർത്തിയില്ല. അങ്ങനെ നമ്മൾ നന്ദി എത്തിയിട്ടുണ്ട്. നന്ദിയിൽ കംപ്ലീറ്റ് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെറ്റീരിയൽസൊക്കെ ഇവിടെ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും വർക്ക് ഈ ഒരു മാസം കൊണ്ട് നല്ല രീതിയിൽ ഈ ഒരു പ്രദേശത്ത് ഇനിയും പുരോഗമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി വരെയുള്ള പ്രദേശങ്ങളാണ് പ്രധാനമായിട്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ ഏതാണ്ട് പ്രദേശങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് പെട്ടെന്ന് പോകുന്നതാണ്. നല്ല പൊടിമണ്ണാണ്. ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത, നമുക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പൊടിയാണ് ഇവിടെ. അപ്പോൾ ക്യാമറ പോലും പൊടിയിനകത്ത് കുളിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനലൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ കണ്ടോ, നിങ്ങൾ ടോറസ് പൊടിയും കൊണ്ട് വരുന്നുണ്ടോ?